കഴുതയും വന്ദനവും. സുബ്രഹ്മണ്യൻ ഒരു ശില്പിയായിരുന്നു. സ്വന്തം പട്ടണത്തിൽ മാത്രമായിരുന്നില്ല, എന്നാൽ കേരളത്തിലെ എല്ലാ നഗരങ്ങളിലും അയാൾ വിഖ്യാതനായിരുന്നു. അത്രത്തോളം ശ്ലാഘനീയമായിരുന്നു അയാളുടെ കരവേലകളുടെ ഗാംഭീര്യം. ദേവന്മാരുടെ പ്രതിമകൾ വാർത്തെടുക്കുക എന്നതിലായിരുന്നു അയാളുടെ മുഖ്യ പ്രവണത. മാത്രമല്ല, അയാൾ എല്ലാ ക്ഷേത്രങ്ങളിലും, ഇസ്ലാമിക ദേവാലയങ്ങളിലും, ബുദ്ധവിഹാരങ്ങളിലും, പള്ളികളിലുമെല്ലാം അറിയപ്പെടുന്ന ഒരു വ്യക്തിത്വമായിരുന്നു. അയാളുടെ എല്ലാ ശില്പവേലക്കും വളരെ നന്നായി പ്രതിഫലം ലഭിച്ചിരുന്നു. സുബ്രഹ്മണ്യന് ഒരു കഴുതയുണ്ടായിരുന്നു. പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ അത് ശരിക്കും ഒരു വിഡ്ഢിയായിരുന്നു. പ്രതിമകളെ സ്ഥാപിക്കേണ്ട സ്ഥലങ്ങളിലേക്ക് ചുമന്നുകൊണ്ട് പോകുന്നതിന് വേണ്ടിയായിരുന്നു ശില്പി ആ കഴുതയെ ഉപയോഗിച്ചിരുന്നത്. ഒരിക്കൽ ഒരു ക്ഷേത്രത്തിൻ്റെ നടത്തിപ്പുകാരൻ അവരുടെ പ്രിയപ്പെട്ട ദേവിയുടെ പ്രതിമ കൊത്തിയെടുക്കുന്നതിനു വേണ്ടി ശില്പിയെ ചട്ടം കെട്ടി. വാഗ്ദാനം ചെയ്തിരുന്നതുപോലെ പറഞ്ഞ ദിവസം തന്നെ സുബ്രഹ്മണ്യൻ തൻ്റെ അവസാനത്തെ മിനുക്കുപണികളും പൂർത്തിയാക്കി. പ്രതിമയെ വളരെ നല്ലവണ്ണം പൊതിഞ്ഞ് കഴുതയുടെ പുറത്ത് കയറ്റി. ക്ഷേത്രത്തിൽ പുനർപ്രതിഷ്ഠാ ചടങ്ങ് നടത്തുന്നതിൻ്റെ ദിവസമായിരുന്നു അത്. അതുകൊണ്ട് ദേവിയുടെ അസംഖ്യം ഭക്തർ പാതയുടെ ഇരുവശങ്ങളിലും അഗാധമായ ഭക്തിയോടെ വരിയായി നിലകൊണ്ടിരുന്നു. വിഗ്രഹം കഴുതപ്പുറത്ത് ക്ഷേത്രത്തെ സമീപിക്കുന്നത് കണ്ടപ്പോൾ എല്ലാ ഭക്തരും അതിനു നേർക്ക് കൈകൾ കൂപ്പി. ആദ്യമൊന്നും കഴുത ഇത് ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നില്ല. എന്നാൽ ഭക്തരുടെ അധരങ്ങളിൽ നിന്നും പ്രാർത്ഥന പുറത്തേക്ക് മന്ത്രിക്കപ്പെട്ടപ്പോൾ അത് ഓരോ വശത്തും നിൽക്കുന്ന ആൾക്കാരെ നോക്കി. ജനങ്ങൾ കുറെ നേരമായി തന്നെ നോക്കി വണങ്ങുകയാണെന്നു കണ്ട് അത് അത്ഭുതപ്പെട്ടു. കഴുതയ്ക്ക് അഭിമാനം തോന്നുകയും ആളുകൾ നേരിട്ട് വണങ്ങുന്നതിനു വേണ്ടി അത് അവിടെ നിൽക്കുകയും ചെയ്തു. കഴുതയെ മുന്നിലേക്ക് നീക്കുന്നതിനു വേണ്ടി സുബ്രഹ്മണ്യൻ ശ്രമിച്ചു. എന്നാൽ വിഡ്ഢിയായ ഈ ജീവി അവിടെ ഉറച്ചു നിന്നുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തലകുലുക്കി നടക്കുന്നതിനുള്ള അതിൻ്റെ വൈമനസ്യം പ്രകടിപ്പിച്ചു. കഴുത എന്തായിരുന്നു ചിന്തിച്ചതെന്ന് സുബ്രഹ്മണ്യന് മനസ്സിലായി. നീണ്ട ഒരു കമ്പെടുത്ത് അയാൾ അതിനെ പൊതിരെ തല്ലി. ജനങ്ങൾക്ക് നേരിട്ട് വണങ്ങുന്നതിനുള്ള ഒരു അവസരം ഉണ്ടാക്കി കൊടുക്കാതെ തൻ്റെ യജമാനൻ എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നതെന്ന് കഴുതയ്ക്ക് മനസ്സിലായില്ല. അതിനോട് യജമാനന് അസൂയയാണെന്ന് വരെ അത് ചിന്തിച്ചു. വേദന അസഹ്യമായപ്പോൾ കഴുതയ്ക്ക് മുന്നോട്ട് നീങ്ങേണ്ടി വന്നു. പോകുന്ന പോക്കിൽ സുബ്രഹ്മണ്യൻ തൻ്റെ കഴുതയുടെ ചെവിയിൽ മന്ത്രിച്ചു. ഈ ജനങ്ങളെല്ലാം നിന്റെ നേരെയാണ് വന്ദനം പ്രകടിപ്പിക്കുന്നതെന്നാണോ നീ കരുതുന്നത്? എടാ വിഡ്ഢി, നിന്റെ പുറത്തിരിക്കുന്ന വിഗ്രഹത്തെയാണ് അവർ വണങ്ങുന്നത്, അല്ലാതെ നിന്നെയല്ല. എന്നാൽ ഇപ്പോഴും അതിനെയല്ല, എന്നാൽ പുറത്തിരിക്കുന്ന വിഗ്രഹത്തെയാണ്
ജനങ്ങൾ വണങ്ങുന്നത് എന്ന് ആശയം കഴുതയ്ക്ക് പിടികിട്ടിയതേയില്ല.